ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7. നമ്മുടെ കേട്ടറ്റ് 2025 ഓഗസ്റ്റിൽ നടക്കാനിരുന്ന ഡേറ്റ് സെപ്റ്റംബറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതായത് ഓഗസ്റ്റ് 23, 24 തീയതികളിൽ നടത്താനിരുന്നതാണ് സെപ്റ്റംബർ 18, 19 പോസ്റ്റ്പോണ്ട് ചെയ്തത്. അതുപോലെ നമുക്കിനി പഠിച്ചു തുടങ്ങിയാലും 31 ദിവസമുണ്ട് നമ്മുടെ ഗോൾ. കേട്ടറ്റ് എന്ന് പറയുന്നതിന് കേട്ടറ്റ് സ്വീയിങ് ചലഞ്ചായിട്ട് തന്നെ നമുക്ക് എടുത്താലും പഠിച്ചു തീർക്കാം. പഠിച്ച് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ എഴുതി വെച്ച് പഠിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ യൂട്യൂബ് ചാനലാവട്ടെ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എവിടെ നിന്നാണോ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമുക്കൊരു കണ്ടൻറ്റ് കിട്ടുന്നത് റിഗാർഡിങ് സ്വീയിങ്, അത് നിങ്ങൾ എഴുതി വെച്ച് പഠിക്കാൻ നോക്കുക. കാരണം നമുക്ക് ചിലപ്പം ആ ഒരു മാർക്ക് ചിലപ്പം നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന വീഡിയോ അല്ലെങ്കിൽ ഷോർട്സിൽ നിന്നായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഇനി ഉള്ള ദിവസങ്ങളിൽ ഒരു ടൈം ടേബിൾ ഇട്ടാൽ കൂടെ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ കേട്ടറ്റ് സ്വീയിങ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ് എന്ന് വേണം തന്നെ പറയാൻ. കാരണം സബ്ജക്റ്റിനോട് ഇഷ്ടവും പിന്നെ കുറച്ച് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് പിന്നെ നമ്മളെ പെഡഗോഗി ആണല്ലോ. അപ്പം നിങ്ങൾ നമ്മുടെ സബ്ജക്റ്റ് പക്കായിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്കിത് നേടിയെടുക്കാൻ പറ്റും കേട്ടറ്റ്. അതുപോലെ തന്നെ പറയാനുള്ളത്, നിങ്ങൾ കേട്ടറ്റ് വേണ്ടി നിങ്ങൾ ഓരോ കാര്യങ്ങളും എഴുതി വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന HST സ്വീയിങ് ആണെങ്കിലും UP സ്വീയിങ് ആണെങ്കിലും അതല്ലാതെ ടെക്നിക്കൽ ഇതിലോട്ടാണെങ്കിലും നമുക്ക് വലിയ ഉപകാരമായിരിക്കും. പിന്നെയും ഇതൊന്ന് നോക്കണമെങ്കിൽ നമുക്ക് ഓരോന്നും സബ്ജക്റ്റ് വൈസ്, അതായത് ഫൈബർ, നിറ്റിങ്, എംബ്രോയ്ഡറി, അങ്ങനെ ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് വെച്ച് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ എഴുതി വെച്ച് എവിടെ നിന്നാണോ നിങ്ങൾക്ക് പിന്നെ ടോപ്പിക്ക് കിട്ടുന്നത്, ആ ടോപ്പിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടൊരു നോട്ടോ എന്തെങ്കിലും എഴുതിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തികച്ചും യൂസ്ഫുൾ ആയിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ് അതായത് നമ്മുടെ 30 days ചലഞ്ച് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്കൊരു 3 ദിവസം ഉണ്ട്. അതായത് സെപ്റ്റംബർ 12, ഇന്ന് ഓഗസ്റ്റ് 12, സെപ്റ്റംബർ 12 31 days, പിന്നെ അത് കഴിഞ്ഞിട്ടും നമുക്ക് ദിവസമുണ്ട്. അപ്പം ഒരു 5 ദിവസത്തോളം ഉണ്ട് അല്ലേ. 12 പിന്നെ 18 ആണല്ലോ. അപ്പോൾ ആ ഒരു 6 ദിവസം കൊണ്ട് നമുക്ക് റിവൈസ് ചെയ്താലും ഇത് നേടിയെടുക്കാം. ഇനി 6 ദിവസം ഇതൊന്ന് മറിച്ച് നോക്കണം. നമ്മൾ കണ്ട യൂട്യൂബ് ചാനൽ ഏത്, അതൊന്നും ഓർമ്മയുണ്ടാവില്ല. ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. അതൊക്കെ നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. സമയമില്ല, ഒക്കെ കൺഫ്യൂഷനായി പോകും നമുക്കെല്ലാം കൂടെ കണ്ടാൽ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എല്ലാവരും എഴുതി വെച്ച് മാക്സിമം ശ്രമിക്കുക. ഇതുവരെ നമുക്ക് ദിവസം ഇല്ലായിരുന്നു, ഇനിയിപ്പം 1 മാസത്തോളം നമുക്ക് ദിവസം ഉള്ളതുകൊണ്ട് നന്നായിട്ട് തന്നെ എല്ലാവരും ശ്രമിക്കുക. കിട്ടുന്ന ഓരോ പോയിന്റും നിങ്ങൾ എഴുതി വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും എഴുതി വെച്ച് പഠിക്കുന്നത്. ഇനി വരുന്ന എക്സാം കേട്ടറ്റ് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ കേട്ടറ്റ് അച്ചീവ് ചെയ്യുന്നത് ശരിക്കും HST ലെവലിലോട്ട് അല്ലെങ്കിൽ ടീച്ചർ ആ ഒരു ഇത് വെച്ചിട്ടാണല്ലോ. അപ്പം നിങ്ങൾക്ക് ഇത് ഒരുപാട് യൂസ്ഫുൾ ആവും. എഴുതി വെച്ച് മാക്സിമം ശ്രമിക്കുക. ഇനി പഠിക്കാൻ തുടങ്ങുന്നവർക്ക് കൂടെ ഇതൊരു അവസരമാക്കി എടുത്ത് നന്നായിട്ട് പഠിക്കുക.